ശ്രീകണ്ഠാപുരം ടൗണിൽ കനത്ത മഴയിൽ വെള്ളം കയറി. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഷൈജു ശ്രീകണ്ഠാപുരത്ത് നിന്നും ചേരുന്നു. ഷൈജു, വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമുക്ക് വിഷ്വലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരിക്ക് 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ മലയോര മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. മലയോര പട്ടണമായിട്ടുള്ള ശ്രീകണ്ഠാപുരം ഇന്നത്തെ അർദ്ധരാത്രിയോടുകൂടിയാണ് വെള്ളം ഇരച്ചു കയറിയത്. വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. നിരവധി സ്ഥാപനങ്ങളിലെ ഒരുപടി സാധന സാമഗ്രികളൊക്കെ നശിച്ചു പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഓണം വരുന്നൊരു സാഹചര്യത്തിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വളരെ വലിയ തോതിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തൊരു സമയത്തായിരുന്നു ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്രതീക്ഷിതമായി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയുള്ള വെള്ളപ്പൊക്കത്തിന് അത്തരം സാധന സാമഗ്രികൾ ഏറെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട്ടുകാരുടെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിലെല്ലാം ഇത്തരം സാധനങ്ങളൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ചെങ്ങളായി, അതുപോലെ പയ്യാവൂർ മേഖല, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. നിരവധി വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിൽ ചെങ്ങളായി കുഴിപ്പുറത്ത് 70ഓളം കുടുംബാംഗങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഇത് പുലർച്ചയോടുകൂടി അവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള വെള്ളപ്പൊക്കമായതിനാൽ പല വീടുകളിലും ആളുകൾ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. ചുറ്റും വെള്ളമായി പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് പല വീടുകളിലും ആളുകൾ കഴിയുന്നത്. ഇന്ന് രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും വെള്ളം ഇപ്പോഴും ചെറിയ തോതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മഴ കുറയുന്നവർക്ക് വെള്ളം താഴും എന്നൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാരൊക്കെ ഉള്ളത്. ഈ വെള്ളം ഇനിയും ഉയർന്നാൽ വ്യാപകമായ നാശനഷ്ടമാണ് ഈ മേഖലയിൽ ആകമാനം ഉണ്ടാവുക. മലയോര മേഖലയിൽ നിരവധി ആളുകൾ ജോലി സംബന്ധമായൊക്കെ പുറത്ത് ജോലി ചെയ്ത് വന്ന ആളുകളൊക്കെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കർണാടകയിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ടാങ്കർ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തം നാട് സ്തംഭിച്ച ഒരവസ്ഥയാണ് മലയോര മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം. പ്രത്യേകിച്ച് ശ്രീകണ്ഠാപുരം, ചെങ്ങളായി തുടങ്ങിയ പ്രദേശത്തെ ആളുകളൊക്കെ ആ പ്രദേശത്തുള്ള വാഹനങ്ങളൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഷൈജു, വ്യാപാര സ്ഥാപനത്തിന് കടകൾക്ക് ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണയും കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലും വ്യാപാരികൾക്ക് വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 2019 വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. അന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ കോടികളുടെ നഷ്ടമാണ് ശ്രീകണ്ഠാപുരം ഭാഗത്ത് മാത്രം ഉണ്ടായിട്ടുള്ളത്. ഇന്നും ഇത്തരത്തിൽ വെള്ളപ്പൊക്കത്തിൽ ശ്രീകണ്ഠാപുരത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എല്ലാ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറുമ്പോൾ തന്നെ ആളുകൾ സാധന സാമഗ്രികളൊക്കെ മാറ്റാൻ ശ്രമിച്ചതുകൊണ്ട് വലിയൊരു രീതിയിലുള്ള നാശനഷ്ടം ഇല്ലായിരുന്നെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണം പോലുള്ള സാഹചര്യത്തിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും എടുത്തു മാറ്റുക എന്നത് ഈ സാഹചര്യത്തിൽ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും ഇപ്പോഴും വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോഴും ഒരു കോടികളുടെ നഷ്ടം തന്നെയാണ് ഈ മലയോര മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാത്രം ഉണ്ടായിട്ടുള്ളത്.